വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുൻകാലങ്ങളെക്കാൾ ഏറെ മാറിയെന്നും ടെക്നോളജിയിലൂടെ മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂവെന്നും കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി.എ. ജലീൽ അഭിപ്രായപ്പെട്ടു. ഊന്നുകൽ തടിക്കുളത്ത് സംഘടിപ്പിച്ച വനദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് തടിക്കുളം സെക്ഷൻ ഓഫീസിൽ വെച്ചാണ് ലോക വനദിനം ആചരിച്ചത്. സമ്മേളനത്തിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം റേഞ്ച് ഓഫീസർ പി.എ. ജലീൽ നിർവഹിച്ചു. ഫോറസ്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെയേറെ പണ്ടെന്നില്ലാത്ത ഒരു 10 വർഷം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ ഉണ്ടായ മാറ്റം ഞാനൊക്കെ ഒരു 22 വർഷം സർവീസായ ഒരാളാണ്. സുഗതൻ സാറിനൊക്കെ അതിനെക്കാട്ടിലും ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഈ രംഗത്തുണ്ട്. നമ്മൾ കണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ കണ്ടിരുന്നത് നമ്മുടെ ഫോറസ്റ്റ് അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം വനനശീകരണം ഉണ്ടായി എന്നുള്ളത്. അതിൻ്റെ തുടർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വനനശീകരണം, മരം മുറിക്കൽ, ആളുകളുടെ കടന്നുകയറ്റം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതം എന്ന് പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുള്ള ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും എന്നുള്ളതിന് ടെക്നോളജിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. പഴയ പോലെ നമുക്ക് ഒരാൾ പോയിട്ട് ഒരു അടുത്ത് പോയി നിന്ന് ആനയെ ഓടിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പം അതാണ് ഇന്നോവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നോവേഷനിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹരിത VSS പ്രസിഡന്റ് രാജാജി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആർ സുഗതനാണ് ക്ലാസ് എടുത്തത്. ഡോക്ടർ ജിൻഡോ ജോസ്, ഡോക്ടർ മേരി മോൾ, ഡോക്ടർ ഷിബു, ഹരിപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. MA കോളേജിലെ വിദ്യാർത്ഥികൾ, VSS അംഗങ്ങൾ, വനം വകുപ്പ് ജീവനക്കാർ, വിവിധ സംഘടനകളിൽ നിന്നുള്ളവർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.